അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നേരെ നമ്മൾ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തോമസ് ഐസക്കും പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് CPIM നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് തുറന്ന മനസ്സോടെ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകണം. സൈബർ പോരാളികളുടെ ഇടപെടൽ വിപരീത ഫലമുണ്ടാക്കിയെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തോമസ് ഐസക് വിമർശിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എലിനേഷൻ വന്നത്? പാർട്ടി പ്രവർത്തകരുടെ ഒരു പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലതാണ്. അഴിമതി സംബന്ധിച്ചിട്ടുള്ള പല ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്. അതിലുള്ള ദേഷ്യമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയുള്ള ആത്മവിമർശനത്തിൽ പാർട്ടിയിൽ തിരുത്തൽ വേണമെന്ന് സമ്മതിക്കുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണം. പാർട്ടി അനുഭാവികളുടെ പോലും വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്നും തോമസ് ഐസക്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടുള്ള വലിയ അനിഷ്ടമാണ്. തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യം അതിൻ്റെ ഒന്നാണ്. അവരെങ്ങനെയാണ് ഇതുവരെ കൂടെ നിന്ന സ്ഥലത്ത് നിന്ന് മാറിയത്? ഇതൊക്കെ തുറന്ന് പരിശോധിക്കേണ്ടി വരും. സൈബർ സഖാക്കൾ ഉപയോഗിക്കുന്ന ഭാഷ നിഷ്പക്ഷരെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നുവെന്നും വിമർശനം. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷമില്ലാത്ത ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് യുവജനങ്ങൾ തുടങ്ങിയവരൊക്കെ. അതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് വരുന്നത്. അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളും ഇതെല്ലാം അത് നമ്മൾ എന്തിനാണോ സോഷ്യൽ മീഡിയ ഇടപെടുന്ന ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. വിപരീത ഫലങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും നേരത്തെ സൈബർ പോരാളികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. CPIM-ൽ നേതാക്കളുടെ തമ്മിലടിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഇരുധ്രുവങ്ങളിലാണ്. CPIM ജില്ലാ കമ്മിറ്റികൾ സർക്കാരിനെതിരാണെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ ആരെങ്കിലും മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ടെന്നും CPI ജില്ലാ കൗൺസിലിൽ ഉയർന്ന വിമർശനത്തെ പരാമർശിച്ചുകൊണ്ട് VD സതീശൻ വ്യക്തമാക്കി. CPM നേരിടുന്നത് ഡീജനറേഷനാണ്, ജീർണതയാണ്. ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത്. ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ സംവിധാനമാണ്. ചെങ്കതിര് ഒരാളുടെയാണ്, പൊൻകതിര് വേറൊരാളുടെയാണ്. ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത്, അല്ലേ? രണ്ട് രീതിയിലാണ് സംസാരിച്ചത്. രണ്ട് രീതിയിലാണ് അവർ ഇലക്ഷനെ കണ്ടത്. എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടതെന്നാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേ എന്ന് ഇപ്പൊ ഞങ്ങൾ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും നയസമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം ശക്തമായിരിക്കെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന CPIM നേതൃയോഗങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 3 ദിവസം സംസ്ഥാന സമിതിയുമാണ് നടക്കുന്നത്. ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോഴും പാർട്ടി തലങ്ങളിലടക്കം തിരുത്തൽ വേണമെന്ന് മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. പാർട്ടി നേതൃയോഗങ്ങളിൽ ഇത് ആരെങ്കിലും ഉന്നയിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതും സപ്ലൈകോ അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കുന്നതും അടക്കം ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന തീരുമാനങ്ങളും ഉണ്ടായേക്കും. K രാധാകൃഷ്ണന് പകരം മറ്റൊരു മന്ത്രി വേണോ അതോ ചുമതല ആർക്കെങ്കിലും കൈമാറിയാൽ മതിയോ എന്ന കാര്യത്തിലും നേതൃയോഗങ്ങളിൽ തീരുമാനമുണ്ടാകും. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല എന്നും വിമർശനമുയർന്നു. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറിയെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ വേണ്ടി ചേർന്ന CPI ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഗുരുതര വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ്. മന്ത്രിമാരുടെ പ്രകടനം മോശമാണെന്നും ജില്ലാ കൗൺസിലിൽ ചില അംഗങ്ങൾ വിമർശനമുയർത്തി. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടത് തിരിച്ചടിയായെന്നാണ് ഒരംഗം പറഞ്ഞത്. പൗരത്വ യോഗങ്ങൾ മതയോഗങ്ങളായി മാറി. യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറിയെന്നും ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടുവെന്നും ചില അംഗങ്ങൾ പറഞ്ഞു. നവകേരള സദസ്സ് ദൂർത്തായി മാറിയെന്നാണ് ജില്ലാ കൗൺസിലുണ്ടായ മറ്റൊരു വികാരം. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പണപ്പിരിവ് നടന്നുവെന്നാണ് വിമർശനമുയർന്നത്. PP സുനീറിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും ചില അംഗങ്ങൾ രംഗത്ത് വന്നു. ന്യൂനപക്ഷമെന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത് CPIയുടെ രീതിയല്ല.
CK ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ CPIക്ക് കഴിയുന്നില്ലെന്നും ചില അംഗങ്ങൾ കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ കമന്റുകളുമായി ഈ പരിപാടിക്ക് ഒപ്പം ചേരുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട് ഒരുപാട് പ്രേക്ഷകർ. ഷാഹിദ ഷമീറിനെ പോലെ, നീഷ് ബാബുവിനെ പോലെ, റൻസി മാനുവലിനെ പോലെ, അഞ്ജന, വിനീത് എന്നുള്ള പ്രേക്ഷകരെ പോലെ ഒരുപാട് പേർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. നേരിയ ഭൂചലനം ഉണ്ടായി എന്ന് കേട്ടല്ലോ, അതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഉറപ്പായും വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്, അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ സർക്കാരിനെതിരെ CPIM നേതൃത്വത്തിനെതിരെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ, അതിലൊരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുർബാനയിൽ തർക്കം തീരുന്നില്ല. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ പ്രതിഷേധം. അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും പ്രതിഷേധമുണ്ടായി. മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. മാർപ്പാപ്പ നേരിട്ടിടപെട്ടിട്ടും സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം രൂക്ഷമാകുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്കുലറിനെതിരെയാണ് നിലവിലെ പ്രതിഷേധം. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലെ വിവിധ പള്ളികളിൽ വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം അരങ്ങേറി. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാല സെന്റ് ജോസഫ് ചർച്ചിലും സർക്കുലർ കത്തിച്ചു. എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സർക്കുലർ കോപ്പി കീറിയെറിഞ്ഞു. മുഴുവൻ പള്ളികളെയും ഞങ്ങളുടെ വിശ്വാസ സമൂഹം പ്രതിരോധിക്കാൻ സജ്ജമാകും. അതിൽ വെച്ചിരിക്കുന്ന ഞങ്ങൾ മുദ്രാവാക്യം തന്നെ ഇതാണ്: ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം. ഇതിന് മൂന്നിലും ആരെയും അതിക്രമിച്ച് കടന്നു കയറാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെ പ്രതിരോധിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതേസമയം കുർബാനയ്ക്കിടെ കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗം അൾത്താരയിൽ കയറി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഉദയംപേരൂർ സുനഹദോസ് പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചില്ല. എന്നാൽ മഞ്ഞപ്ര പള്ളിയിൽ വികാരി സർക്കുലർ വായിച്ചു. അടുത്ത മാസം 3-നകം ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ കർശന നടപടിയെന്നാണ് സഭാ നേതൃത്വത്തിന്റെ നിലപാട്. 24 കൊച്ചി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഒഴിവാക്കണമെന്ന ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പ്രസ്താവന ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്. EVM ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത ചെറുതല്ല എന്നാണ് US തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചത്. ഇന്ത്യയിലെ EVM ബ്ലാക്ക് ബോക്സ് ആണെന്നും പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയുന്നത് ഇലോൺ മസ്ക് ആണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്രത്തോളം ഗൗരവത്തോടു കൂടി അത് ഇന്ത്യയിൽ ചർച്ചയാവുകയും ചെയ്യും. വിവിധ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത്ത്, പ്യൂബർട്ടോ റിക്കോയിലെ പ്രൈമറി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വ്യാപകമായി അട്ടിമറിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇലോൺ മസ്ക് ഈ വിഷയത്തിൽ മാനുഷികമായോ AI വഴിയോ ഇത്തരത്തിലുള്ള അട്ടിമറി സാധ്യത നിലവിലുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം എന്നുമുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എക്സിലൂടെ പങ്കുവച്ച ഈ നിർദ്ദേശത്തോട് വലിയ തോതിലുള്ള പ്രതികരണം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ വിമർശനവുമായാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ EVMകൾ ബ്ലാക്ക് ബോക്സുകളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവ സൂക്ഷ്മമായി പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർന്നു വരുന്നുവെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലാതാകുമ്പോൾ ജനാധിപത്യം കപടമായി മാറുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. നേരത്തെ 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം EVMകൾക്കെതിരെ വലിയ തോതിൽ സംശയങ്ങൾ ഉയർന്നു വരികയും തുടർന്ന് ഇത് പരിശോധിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകുകയും ചെയ്തിരുന്നു. എങ്കിലും ആ നൽകിയ അവസരം പോലും ഈ ഹാക്കത്തോൺ മത്സരത്തിൽ സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പോലും അത് യന്ത്രങ്ങളിൽ തൊടാതെ വേണം അത്തരത്തിൽ ഹാക്ക് ചെയ്ത് കാണിക്കാൻ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്.
തീരുമാനിച്ചത്. തുടർന്ന് ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി പോലും സുപ്രീം കോടതിയിൽ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള അട്ടിമറി സാധ്യതകൾ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഹർജി നൽകുകയും അത് പരിശോധിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സാങ്കേതികമായ വിവരങ്ങൾ തേടിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ച ആ വിവരങ്ങളിൽ തൃപ്തി രേഖപ്പെടുത്തുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ അത് സ്റ്റാൻഡ് അലോൺ മെഷീനുകളാണ് എന്നും അട്ടിമറിക്കാൻ യാതൊരു സാധ്യതയില്ല എന്നുമുള്ള നിലപാട് തുടരുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. LDF-നും UDF-നും അതിരുവിട്ട മുസ്ലിം പ്രീണനം LDF-ഉം UDF-ഉം അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി ആരോപിച്ചു. ക്രൈസ്തവർ BJP-യെ രക്ഷകരായി കണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. യോഗനാഥത്തിന്റെ ഇന്നിറങ്ങിയ പതിപ്പിലെ മുഖപ്രസംഗത്തിലാണ് LDF-നും UDF-നും വെള്ളാപ്പള്ളി നടേശന്റെ കുറ്റപ്പെടുത്തൽ. ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDF-ഉം UDF-ഉം 2 മുസ്ലിങ്ങളെയും 1 ക്രിസ്ത്യാനിയെയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് വെള്ളാപ്പള്ളി. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണ്. ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മാറി ചിന്തിക്കാൻ ധൈര്യമില്ല. പിന്നാക്ക പട്ടിക വിഭാഗ സമൂഹത്തിന്റെ വിശ്വാസത്തെ CPIM-ഉം CPI-യും ന്യൂനപക്ഷ പ്രീണനത്തിനായി ബലികഴിച്ചു. മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും കടന്നുകയറ്റം സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ BJP-യെ രക്ഷകരായി കണ്ടെന്നും വെള്ളാപ്പള്ളിയുടെ നിരീക്ഷണം. യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്നും വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം എഡിറ്റോറിയലിൽ പറയുന്നു. 24 ആലപ്പുഴ. തൃശൂരും പാലക്കാടും തുടർച്ചയായ 2ാം ദിവസവും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. വിഷയം ചർച്ച ചെയ്യാൻ തൃശൂർ ജില്ലാ ഭരണകൂടം പ്രത്യേക യോഗം ചേരും. പുലർച്ചെ 3:55-നാണ് തൃശൂരിലും പാലക്കാട്ടെ അതിർത്തി പഞ്ചായത്തുകളിലും ഭൂചലനം അനുഭവപ്പെട്ടത്. 2.9 തീവ്രത രേഖപ്പെടുത്തിയതായി ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ചെറുചലനങ്ങളിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജാഗ്രത പാലിച്ചാൽ മതിയെന്ന് മന്ത്രി K. രാജൻ. ആദ്യമുണ്ടായിട്ടുള്ള ഭൂകമ്പം റെക്ടർ സ്കെയിലിൽ 3 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 വരെ രേഖപ്പെടുത്തിയ ചലനങ്ങളെ പൊതുവായിട്ട് വരികയുള്ളൂ. എന്നാൽ ഇന്ന് പുലർച്ചെയുള്ള ചലനം റെക്ടർ സ്കെയിലിൽ 3-ൽ വളരെ താഴെയാണെന്നുള്ളത് കൊണ്ടായിരിക്കും ആരും അറിയാതെ പിന്നെ വലിയ റിയാക്ഷൻ ഇല്ലാതെ പോയത്. പാലക്കാട് ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടുനിന്നത്. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കുന്നുണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല. എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ ഇതൊക്കെ കിടക്കിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടും നിൽക്കിട്ടുണ്ട്. വരും ദിവസങ്ങളിലും തുടർ ചലനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തൃശൂർ, പാലക്കാട്. ഭാര്യാമാതാവിന്റെയും ഭാര്യാ സഹോദരന്റെയും വീടുകൾ തീവെച്ച് നശിപ്പിച്ച പ്രതി പിടിയിൽ. ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. അന്നക്കുട്ടിയെയും ചെറുമകളെയും തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലും സന്തോഷ് പ്രതിയാണ്. ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി സന്തോഷ് വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഒരു 3:45 സമയത്ത് എൻ്റെ മരുമോൻ ഇവിടുന്ന് പന്നി ഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ ഈ തീ കണ്ടുകൊണ്ട് ആളില്ലല്ലോ എന്ന് കരുതി അവൻ ചവിട്ടി നടത്തി തിരിഞ്ഞു നോക്കിയാൽ വീട് കത്തിക്കൊണ്ട് നിൽക്കുക. ഇവിടെ ആളുകളെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെയും ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സ് വന്നാൽ തീ അണച്ചത്. സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി. ജിൻസിന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയം 2 വീടുകളിലും ആളില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലം വിട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ജൂൺ 5-ന് അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരി ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയെ പിടികൂടാൻ വൈകിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരുന്നു. നമ്മളും അതിനകത്തൊക്കെ ഇടപെട്ട് കുറേ കാര്യങ്ങളായിട്ട് ഉദ്യോഗസ്ഥന്മാരോടും ജില്ലാ ഭരണകൂടത്തോടൊക്കെ നമ്മൾ അറിയിച്ചായിരുന്നു അതിൻ്റെ പ്രതിഷേധങ്ങൾ. കാരണം ഒരു വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന്. കാരണം അന്ന് ഇവിടെ ജനങ്ങൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ ഭവിഷ്യത്ത് ഒഴിവാക്കാമായിരുന്നു. പ്രതിയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 ഇടുക്കി.
പാലക്കാട് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാർ ഇടിച്ചു വീഴ്ത്തി യുവാക്കൾ കടന്നുകളഞ്ഞു. തൃത്താല സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെയാണ് യുവാക്കൾ ഇടിച്ചിട്ടത്. പരിക്കേറ്റ SIയെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവശേഷം യുവാക്കൾ കടന്നുകളഞ്ഞതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ഇന്നലെ രാത്രി 10 മണിയോടെ തൃത്താല വെള്ളിയാങ്കല്ല് മംഗലം ഭാഗത്തായിരുന്നു സംഭവം. ആളൊഴിഞ്ഞ കാർ ശ്രദ്ധയിൽപ്പെട്ട ഗ്രേഡ് SI ശശികുമാറും സംഘവും വാഹനത്തിനടുത്തേക്ക് എത്തി. പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തെ കണ്ട യുവാക്കൾ കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കാർ പുറകോട്ടെടുത്ത് തിരിക്കുന്നതിനിടയിൽ SIയെ ഇടിച്ചിടുകയായിരുന്നു. ഇടിച്ച കാര്യം വ്യക്തമായിട്ടും കാർ നിർത്താതെ പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അവിടെ തന്നെ പെട്ടെന്ന് വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു. യുവാക്കൾ പോലീസിനെ ഇടിച്ചിട്ടത് നേരിൽ കണ്ടതായി പ്രദേശവാസി P. സുരേന്ദ്രൻ 24-നോട് പറഞ്ഞു. കാർ കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുൻപിൽ നിർത്തിയ നേരത്തെ ഈ ഒരു റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് SI ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാ. ഇങ്ങനെ രാത്രി എന്നല്ല, ഏതാണ്ട് എല്ലാ സമയങ്ങളിലും ഇങ്ങനെയുള്ള ഈ യാത്രക്കാർ റെസ്റ്റ് ചെയ്യാൻ വരുന്നുള്ള മട്ടിലിങ്ങനെ ഇവിടെ വരാറുണ്ട്. എന്നല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. ഞാങ്ങാട്ടേരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാർ 19 വയസ്സുള്ള മകൻ അലനാണ് ഓടിച്ചിരുന്നത്. SIയെ ഇടിച്ചിട്ട ശേഷം കാർ അമിത വേഗതയിൽ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. വാഹന ഉടമയെ വിളിച്ചു വരുത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് SI ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 പാലക്കാട്. പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിന്റെ പേര് വെട്ടി NCERT. 3 മിനാരങ്ങളുള്ള കെട്ടിടം എന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ മസ്ജിദിനെ കുറിച്ച് പരാമർശിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് മാറ്റമെന്നാണ് NCERTയുടെ വിശദീകരണം. പാഠപുസ്തകങ്ങളിൽ ചരിത്രം മാറ്റിയെഴുതുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലെ വെട്ടിമാറ്റൽ. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നതിനു പകരം 3 മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം. ബാബറി മസ്ജിദ് എന്ന പേരും പള്ളി തകർത്തുമായി ബന്ധപ്പെട്ട പത്രവാർത്തകളും പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കി. കെട്ടിടത്തിനകത്തും പുറത്തും ഹിന്ദു ചിഹ്നങ്ങളും അവശിഷ്ടങ്ങളും കാണാൻ സാധിച്ചിരുന്നുവെന്നും പുസ്തകത്തിൽ പറയുന്നു. ഗുജറാത്തിലെ സോംനാഥിൽ നിന്ന് അയോധ്യ വരെയുള്ള BJP രഥയാത്ര, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപം, BJPയുടെ ഖേദപ്രകടനം, 1994 സുപ്രീം കോടതി വിധിയിലെ വിദഗ്ധാഭിപ്രായങ്ങൾ, ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടി തുടങ്ങിയവ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കി. നേരത്തെ ബാബറി മസ്ജിദ് പരാമർശിക്കുന്ന 3 ഭാഗങ്ങൾ NCERT നീക്കം ചെയ്തിരുന്നു. 2014 ശേഷം ഇത് 4-ാം തവണയാണ് NCERT പാഠപുസ്തകം തിരുത്തുന്നത്. 24 ഡൽഹി. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃത്താല SIയെ ഇടിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാങ്ങാട്ടേരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. അലന് 19 വയസ്സാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, പ്രതി പിടിയിലായിരിക്കുന്നു, വിശദാംശങ്ങൾ എങ്ങനെയാണ് നിഖിൽ? ശ്രീജിത്ത്, ഞാങ്ങാട്ടേരി സ്വദേശി അലൻ അഭിലാഷ് 19 വയസ്സുള്ള അലൻ അഭിലാഷാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കൃത്യം നടക്കുമ്പോൾ അലനാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇന്നലെ രാത്രി വാഹന പരിശോധന നടക്കുന്നതിനിടയിലാണ് ഈ ഗ്രേഡ് SI ശശികുമാറിനെ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഇന്നലെ തന്നെ അലന്റെ പിതാവ് അഭിലാഷും പോലീസ് കസ്റ്റഡിയിലായിരുന്നു. തൃത്താല SI PK ശശികുമാറിനെ ഇടിച്ചിട്ട സംഭവത്തിലാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ശശികുമാറിന്റെ ശരീരത്തിലൂടെ വാഹനം കയറി ഇറങ്ങുകയായിരുന്നു. ഇദ്ദേഹം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ കൈക്കും കാലിനും മുഖഭാഗത്തും പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, പോലീസും ദൃക്സാക്ഷിയും പറയുന്നത് ഇങ്ങനെയാണ്. ഈ യുവാക്കളുടെ വാഹനം വെള്ളിയാങ്കല്ല് പുഴയ്ക്ക് സമീപത്ത് ആളൊഴിഞ്ഞ പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഈ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നു. ഇതറിഞ്ഞ് യുവാക്കൾ കാറിലേക്ക് ഓടിയെത്തുകയും പെട്ടെന്ന് തന്നെ കാർ ഇവിടെ നിന്ന് എടുത്ത് കടന്നു കളയാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ SI പുറകെ വരുന്നത് കണ്ട് ഇവർ വേഗത്തിൽ വാഹനം എടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് കാർ പുറകോട്ടെടുത്തപ്പോൾ SI തട്ടി വീഴുകയും അദ്ദേഹത്തിന്റെ ദേഹത്തൂടെ ഈ കാർ കയറി ഇറങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിന് പരിക്കു പറ്റിയെന്ന് തിരിച്ചറിഞ്ഞിട്ടും വാഹനം നിർത്താതെ യുവാക്കൾ പോവുകയായിരുന്നു. 4 പേരാണ് ഈ കാറിൽ ആ സമയം ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ കാർ അതിവേഗത്തിൽ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. വീട്ടിൽ കാർ പാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് അലൻ കടന്നു കളയുകയായിരുന്നു. അലനാണ് അല്പസമയം മുൻപ് ഇപ്പോൾ തൃത്താല പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ശരി, കൃത്യം നടക്കുമ്പോൾ 19 വയസ്സുള്ള അലനായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഇപ്പോഴെന്തായാലും പ്രതി പിടിയിലായിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട്ട്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ത്യാഗസ്മരണയിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലി പെരുന്നാളാണ്. ദൈവകൽപ്പന മാനിച്ച് പ്രവാചകനായ ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ തുനിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കിയാണ്
വിശ്വാസ സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഗൾഫ് നാടുകളിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന നമസ്കാരങ്ങളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും മഹത്വം വിളിച്ചോതിയാണ് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ വിവിധ രാജ്യങ്ങളിൽ നടന്ന ഈദ്ഗാഹുകളിലും പള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. പെരുന്നാൾ നമസ്കാരത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരുന്നത്. യുഎയിൽ, ദുബായിലും ഷാർജയിലുമായി 3 മലയാളത്തിൽ ഈദ്ഗാഹുകൾ നടന്നു. പരസ്പര സ്നേഹത്തിന് സന്ദേശം മുറുകെ പിടിക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ചവരെയും പലസ്തീനിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു. കേരളം തരിച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല. അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ അമുസ്ലിം സഹോദരങ്ങൾ, കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ. ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ്. അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദുബായ് മതകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും അൽമനാർ ഇസ്ലാമിക് സെന്ററുമാണ് ദുബായിലെ ഈദ്ഗാഹുകൾ ഒരുക്കിയത്. അൽഖൂസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിൽ മൗലവി മൻസൂർ മദീനിയും കിസൈസ് ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മൗലവി ഹുസൈൻ കക്കാടും ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഹുസൈൻ സലഫിയാണ് നേതൃത്വം നൽകിയത്. 100 കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനകളിൽ പങ്കാളികളായത്. പാറശാല മുതൽ ഇങ്ങ് കാസർഗോഡ് വരെയുള്ള ആൾക്കാർക്കും യാവരും ഒന്നിച്ച് അവരുടെ ബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായി കാണുന്ന ആൾക്കാർ ഒന്നിച്ച് കാണാനുമൊക്കെ വളർന്ന ഈ ഈദ്ഗാഹ് മലയാളത്തിൽ നമുക്ക് വളരെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ ഒരു ഉത്ബോധനമൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണർന്നുകൊണ്ട് ആ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം. അതേസമയം മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുക. ദുബായിൽ നിന്നും ശരചിറകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി കേരളത്തിൽ നാളെ ബലിപെരുന്നാൾ. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടക്കും. പെരുന്നാളിനെ വരവേൽക്കാൻ വിപണിയും സജീവമായി. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകൻ ഇസ്മയിലിനെ ദൈവകൽപ്പന പ്രകാരം ബലി കൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും നബിയുടെ ത്യാഗസന്നദ്ധത കണ്ട് മകനു പകരം ആടിനെ ബലി നൽകാൻ ദൈവം നിർദ്ദേശിച്ചു. ഇതാണ് വിശ്വാസികൾ ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇന്ന് ബക്രീദ് ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ നാളെയാണ് ബലിപെരുന്നാൾ. രാവിലെ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടക്കും. അതിനുശേഷം മഹല്ലുകളും പള്ളികളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണം. തുടർന്ന് മധുരം വിതരണം ചെയ്തും കുടുംബ വീടുകൾ സന്ദർശിച്ചും വിശ്വാസികൾ ആഘോഷത്തിൽ പങ്കുചേരും. തനിക്കുള്ളത് മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുക എന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗമാകും. സംസ്ഥാനത്ത് പെരുന്നാൾ വിപണിയും സജീവമാണ്. ആഘോഷം പൊടിപൊടിക്കാൻ അവസാനവട്ട ഓട്ടത്തിലാണ് വിശ്വാസികൾ. 24 കോഴിക്കോട്. ഹജ്ജ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം തുടങ്ങി. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൗദിയിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും ഇന്ന് ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. ഇരു ഹറം പള്ളികളിലും ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയത്. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് നേതൃത്വം നൽകി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أيها المسلمون، ومن الشعائر العظمى والطاعات الكبرى التي يتقرب بها إلى المولى جل وعلا. മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിൽ ഷെയ്ഖ് ഖാലിദ് ബിൻ സുലൈമാൻ അൽ മെഹ്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബക്കും നേതൃത്വം നൽകി. അതേസമയം ഹജ്ജ് കർമ്മങ്ങളുടെ 3-ാം ദിവസമായ ഇന്ന് മീനായിലെ ജംറയിൽ കല്ലേർ കർമ്മം പുരോഗമിക്കുകയാണ്. ഇന്നലത്തെ അറഫ സംഗമവും മുസ്ദലിഫയിലെ താമസവും കഴിഞ്ഞ് തീർത്ഥാടകർ ഇന്ന് രാവിലെയാണ് മീനായിൽ തിരിച്ചെത്തിയത്. 3 ജംറകളിൽ പ്രധാനപ്പെട്ട ജംറത്തുൽ അഖബയിൽ മാത്രമാണ് ഇന്ന് കല്ലെറിയുന്നത്. ഹറം പള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുക, മുടിയെടുക്കുക, ബലി നൽകുക തുടങ്ങിയ കർമ്മങ്ങളും തീർത്ഥാടകർ ഇന്ന് തന്നെ പൂർത്തിയാക്കും. ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രം മാറ്റി സാധാരണ വസ്ത്രം ധരിക്കും. നാളെ മുതൽ 3 ദിവസം മിനായിൽ താമസിച്ച് തീർത്ഥാടകർ 3 ജംറകളിലും കല്ലേർ കർമ്മം നിർവഹിക്കും. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24.
കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ 3 പേരുടെ സംസ്കാരം ഇന്നാണ്. പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് യൂമൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരുടെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് 15 മലയാളികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം സർക്കാർ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 25 ഇന്ത്യക്കാരാണ് വിവിധ ഹോസ്പിറ്റലുകളിലായി അതിവേഗം സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 പേർ മലയാളികളാണ്. അവിടെയുള്ള 5 ആശുപത്രികളിലായിട്ടാണ് ഈ 15 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കുകയും എംബസി മുഖാന്തരവും നോർക്ക റൂട്ട്സ് പ്രകാരവും അവിടെ സ്ഥാപിക്കപ്പെട്ട കൺട്രോൾ റൂമും മലയാളി അസോസിയേഷനുകളും യുണൈറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് യൂണിവേഴ്സൽ തലത്തിൽ തന്നെ നേതൃത്വം നൽകാൻ നോർക്കയ്ക്കും ഗവൺമെൻറ്റിനും സാധ്യമാകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതത് സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തിത്താനത്ത് ശ്രീഹരിയുടെ വീട്ടിൽ നിന്ന് മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഇന്നലെയും അതിന് മുമ്പത്തെ ദിവസവുമൊക്കെ നമ്മൾ കണ്ടതുപോലെ വികാരനിർഭരമായ നിമിഷം, പ്രിയപ്പെട്ടവർക്ക് യാത്രാമൊഴി നൽകുന്ന നിമിഷം. ശ്രീഹരിയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? ഞാൻ നിലവിലുള്ളത് ഇത്തിത്താനം സ്വദേശി പി ശ്രീഹരിയുടെ വീട്ടുവളപ്പിലാണ്. ഇവിടെ തുരുത്തി യാദാപുരം സെന്റ് ജൂഡ് ആശുപത്രി കിഴക്കേടത്ത് വസതിയിൽ എത്തിച്ചിട്ട് തുടർന്ന് പൊതുദർശനം നടന്നു. 1 മണിയോട് തന്നെ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളാണ് ഈ ഇതിനെത്തി തിരികൊളുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 8 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. കോവിഡ് ദുരന്തത്തിൽ അവിടെ താമസിച്ച കൂട്ടത്തിൽ ഏറ്റവും കുറവ് ദിവസം അവിടെ എത്തി ജോലി ചെയ്തിരുന്ന ആളെ സ്ത്രീകൾ ആകെ 8 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ജോലിക്ക് എത്തിയിട്ട് ഈ ദുരന്തം ഉണ്ടാകുന്ന സമയം ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മനീഷ് മഹിബാലിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം എന്ന് തോന്നുന്നു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ ഇനി 3 പേരുടെ സംസ്കാരമാണ് പൂർത്തിയാവാനുള്ളത്. പത്തനംതിട്ട മേപ്രാൽ സ്വദേശി തോമസ് യൂമൻ, കോട്ടയം ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, അതുപോലെ പായിപ്പാട് സ്വദേശി ഷിബു. ഇപ്പോൾ ശ്രീഹരിയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മനീഷ് മഹിബാൽ. അവിടെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ശ്രീഹരി പ്രദീപിന് യാത്രാമൊഴി നൽകാൻ, അന്ത്യയാത്ര നൽകാൻ, പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ആ നാടൊന്നാകെ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മനീഷ് മഹിബാൽ തുടരുന്നുണ്ട്. മനീഷ്, തുടരാം. തുരുത്തി യാദാപുരം സെന്റ് ജൂഡ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് രാവിലെ 9 മണിക്കാണ് വീട്ടുവളപ്പ് ഇളങ്കാവ് കിഴക്കിടത്ത് വസതിയിൽ എത്തിച്ചത്. തുടർന്ന് പൊതുദർശനം നടന്നു. 1 മണിയോടുകൂടി തന്നെ ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ ഏകദേശം ശവസംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിലെത്തിയ കൂട്ടത്തിൽ ഏറ്റവും കുറവ് സമയം അവിടെ ജോലി ചെയ്ത ആളാണ് ശ്രീഹരി. അച്ഛന്റെ ഒപ്പം തന്നെ അതേ സ്ഥാപനത്തിൽ മകന് ജോലി ലഭിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം, അപ്പൊ തന്നെ വീട്ടുകാരടക്കം നാട്ടിൽ എവിടെയെങ്കിലും ഒരു ജോലി ലഭിച്ചാൽ മതിയെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛനൊപ്പം കുവൈറ്റിൽ അച്ഛനൊപ്പം ജോലി ചെയ്യണമെന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. നേരത്തെ കേരളത്തിൽ തന്നെ പലയിടത്തും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ശ്രീഹരി ജോലി ചെയ്തിരുന്നു. കുവൈറ്റിലെത്തി. പക്ഷേ 8ാം ദിവസമാണ് ആ വിധി ശ്രീഹരിയെ തേടിയെത്തിയത്. അപകടം നടന്ന വിവരം അറിഞ്ഞപ്പോൾ മകൻ സുരക്ഷിതനായിരിക്കുമെന്നാണ് അച്ഛൻ പ്രദീപ് ആദ്യം കരുതിയിരുന്നത്. പിന്നീട് അതെല്ലാം മാറി മറിയുന്ന സംഭവങ്ങളുണ്ടായി. ആശുപത്രിയിൽ ശ്രീഹരിയെ തേടി നടക്കുമ്പോൾ അച്ഛന് അപ്പോഴും വിശ്വാസമുണ്ടായിരുന്നു, മരിച്ചവരുടെ കൂട്ടത്തിൽ തന്റെ മകൻ ശ്രീഹരി ഉണ്ടായിരിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയുന്ന സമയത്താണ് ഒടുവിൽ കൈത്തണ്ടയിലെ പച്ച കുത്തിയത് കണ്ടാണ് മൃതദേഹം ശ്രീഹരിയുടേതെന്ന് അച്ഛന് തിരിച്ചറിയേണ്ടി വന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വീട്ടുകാരുടെ മാത്രമല്ല, സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രിയങ്കരനായിരുന്നു. 27 വയസ്സ് മാത്രമായിരുന്നു ശ്രീഹരിയുടെ പ്രായം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശ്രീഹരി കോഴിക്കോട് ചേട്ടനൊപ്പമാണ് ആദ്യം ജോലി ചെയ്തത്. പിന്നീട് വിദേശത്തേക്ക് പോകാനുള്ള ശ്രമങ്ങൾ, പക്ഷേ അതൊന്നും വിജയിച്ചില്ല. അച്ഛനൊപ്പം ജോലി ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം അവസാനം സഫലമായി. പക്ഷെ അവിടെ എത്തി 8 ദിവസങ്ങൾക്ക് ശേഷം. ശരി, മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായൊക്കെ പ്രവാസ ലോകത്തേക്ക് പോയതാണ് ശ്രീഹരി. അച്ഛൻ്റെ സ്ഥാപനത്തിൽ ജോലി നേടിയതിനു ശേഷം പക്ഷേ ആ ജോലിയിൽ പ്രവേശിക്കാൻ ശ്രീഹരിക്ക് കഴിഞ്ഞില്ല. വളരെ പെട്ടെന്ന് തന്നെ അപകടത്തിന്റെ ഇരയായി മാറുകയായിരുന്നു ശ്രീഹരി. ഇങ്ങനെ ഒരു മടക്കം ആ നാട്ടുകാരും ബന്ധുക്കളുമൊന്നും പ്രതീക്ഷിച്ചതുമല്ല. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ BJPക്കുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS മേധാവി മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി.
ഗോരഖ്പൂരിൽ വെച്ച് 2 തവണയാണ് ഇരുവരും ചർച്ച നടത്തിയത്. തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടന്നതായി BJP വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗി ആദിത്യനാഥ് മോഹൻ ഭഗവത് കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. ഇന്നലെ ഗോരഖ്പൂരിൽ വെച്ച് ഇരുവരും 2 തവണ കൂടിക്കാഴ്ച നടത്തി. RSS പരിപാടി നടക്കുന്ന കാമ്പിയർഗഞ്ചിലെ സ്കൂളിൽ വെച്ച് ഉച്ചയ്ക്ക് മോഹൻ ഭഗവതിനെ യോഗി ആദിത്യനാഥ് കണ്ടു. വൈകിട്ട് 8:30യോടെ മുഖ്യമന്ത്രി പക്കിബാഗിലെ സരസ്വതി ശിശുമന്ദിരം സന്ദർശിച്ച് RSS മേധാവിയുമായി അടച്ചിട്ട മുറിയിൽ അരമണിക്കൂറോളം ചർച്ച നടത്തി. മോഹൻ ഭഗവതിന്റേത് പതിവ് സന്ദർശനമല്ലെന്നും സംസ്ഥാനത്തെ BJPയുടെ പ്രകടനം വിലയിരുത്താനാണ് UPയിൽ എത്തിയതെന്നും RSS വൃത്തങ്ങൾ അറിയിച്ചു. സംസ്ഥാനത്തെ നിരവധി RSS ഭാരവാഹികളുമായി മോഹൻ ഭഗവത് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് ചർച്ച നടത്തിയതായാണ് വിവരം. ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ നരേന്ദ്രമോദിക്കും BJP നേതൃത്വത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി മോഹൻ ഭഗവത് രംഗത്ത് വന്നിരുന്നു. യഥാർത്ഥ സ്വയം സേവകൻ അഹങ്കാരിയല്ലെന്നും തെരഞ്ഞെടുപ്പിൽ മാന്യത പാലിക്കപ്പെട്ടില്ലെന്നും RSS മേധാവി വിമർശിച്ചു. 24 ഡൽഹി. വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ DCC താൽക്കാലിക അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. അതേസമയം K മുരളീധരനെ അനുകൂലിച്ച് DCC ഓഫീസിന് മുന്നിൽ വീണ്ടും ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. കയ്യാങ്കളി നടന്ന DCC ഓഫീസിൽ സമാധാനപരമായാണ് ഇന്ന് VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റത്. രാജിവെച്ച അധ്യക്ഷൻ ജോസ് വെള്ളൂരും DCC ഓഫീസിലെത്തി. ലീഡർ K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് തുടക്കം. തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും ആദ്യ പ്രതികരണം. നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. DCC ഓഫീസിലെ കയ്യാങ്കളിയിലും തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിലും പ്രതികരണത്തിന് തയ്യാറായില്ല. DCC ഓഫീസിന് മുന്നിൽ ഇന്നും K മുരളീധരൻ അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടാണ് തൃശൂരിലെ പരാജയമെന്നും പരാമർശമുണ്ട്. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ വീട്ടിൽ വോട്ടിൽ ഒപ്പിടാതെ പോളിംഗ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അസാധുവാക്കിയെന്ന ആരോപണവുമായി UDF. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് UDF നേതൃത്വം. വീട്ടിലെ വോട്ടടക്കം 12,665 പോസ്റ്റൽ വോട്ടുകളാണ് കാസർഗോഡ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ 3,838 വോട്ടുകളും അസാധുവായി. അതായത് 30% വോട്ടുകൾ അസാധു. UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് 3,022 പോസ്റ്റൽ വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് അതിലേറെ വോട്ടുകൾ അസാധുവായത്. കൃത്യമായി പേരെഴുതാതെയും ഒപ്പിടാതെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നാണ് UDFന്റെ ആരോപണം. ഗുരുതരമായ കൃത്യ നിർവഹണത്തിലുള്ള വീഴ്ചയാണ്. ഒരു പൊതുസേവകൻ്റെ കൃത്യനിർവഹണത്തിലുള്ള വീഴ്ചയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളുടെ വോട്ടുകൾ ശേഖരിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വൻതോതിലുള്ള മാൻ പവറും ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ആ പോൾ ഓഫീസർമാർ ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനയിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും UDF ആരോപിക്കുന്നു. പ്രായമായവരുടെ അടക്കം വോട്ട് അസാധുവാക്കിയത് വഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയയാകെ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം. പ്രശ്നം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF. 24 കാസർഗോഡ്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ 2 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. വിഷയം കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. കുറ്റക്കാരെ വെറുതെ വിടില്ല എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നു. നിതിൻ അംബുജം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. നിതിൻ, വിശദാംശങ്ങൾ എന്താണ്? കേന്ദ്രം കാണുന്നത് എങ്ങനെയാണ് ഇതിനെ?
റിജിത്ത്, ആദ്യമായിട്ടാണ് കേന്ദ്രമന്ത്രി ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയിരുന്നു. ഈ ഘട്ടത്തിലൊന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ക്രമക്കേട് നടന്നു എന്ന് മന്ത്രി സമ്മതിച്ചില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒഡീഷയിൽ അദ്ദേഹം വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രമക്കേട് നടന്നിട്ടുണ്ട്, 2 ഇടങ്ങളിലാണ് ക്രമക്കേട് നടന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രമക്കേടിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മന്ത്രി കടന്നിട്ടില്ല. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ എത്ര വലിയ ഉന്നത ഉദ്യോഗസ്ഥരായാലും ശരി, അവർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രതിഷേധമായി ഇടത് വലത് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികളും രംഗത്തുണ്ട്. ഇതിനിടയിൽ ഈ 1563 വിദ്യാർത്ഥികളുടെ പരീക്ഷ അടക്കം ഉത്തരവിട്ടൊരു സാഹചര്യമുണ്ട്. ഈ മാസം 23-നാണ് പരീക്ഷ. അതേസമയം തന്നെ 67 വിദ്യാർത്ഥികൾക്കാണ് ഇക്കുറി ഉയർന്ന മാർക്കോടുകൂടി തന്നെ ഈ നീറ്റ് പരീക്ഷ വിജയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 പേർക്ക് മാത്രം ഫുൾ മാർക്ക് ലഭിച്ചൊരു പരീക്ഷയിൽ ഇത്തവണ 67 പേർക്ക് ഇത്തരത്തിൽ മുഴുവൻ മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ടുണ്ട്. അതിൽ തന്നെ 7 പേർ ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ആളുകളാണ്. അങ്ങനെ വലിയ പരാതികളും ആരോപണങ്ങളും ഉയർന്നൊരു പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിയുടെ തുറന്നു പറച്ചിൽ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്ത് നടപടി കേന്ദ്രമന്ത്രി സ്വീകരിക്കുമെന്നതൊരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ പക്ഷേ അതിനുള്ള ഉത്തരം മന്ത്രി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ റീടെസ്റ്റ് അടക്കം നടക്കാൻ പോവുകയാണ്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ അത് സമ്മതിക്കുന്നു. ഏത് തരത്തിലുള്ള ക്രമക്കേട്, അതിൻ്റെ സ്വഭാവം എങ്ങനെ, അങ്ങനെയുള്ള വിശദാംശങ്ങളിലേക്ക് കേന്ദ്രമന്ത്രി കടക്കുന്നുണ്ടോ? റിജിത്ത്, ഈ ഒരു പ്രതികരണത്തിൽ മന്ത്രി അത്തരം ചില വിശദാംശങ്ങൾക്കൊന്നും തന്നെ കടന്നിട്ടില്ല. 2 ഇടങ്ങളിൽ ക്രമക്കേട് നടന്നു എന്ന് മാത്രമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ ക്രമക്കേടിന്റെ സ്വഭാവം ഏത് തരത്തിലാണെന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നോ ഏത് കേന്ദ്രങ്ങളിലാണ് ഇത്തരം ക്രമക്കേട് നടന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മന്ത്രി വിശദീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ മന്ത്രി അത്തരം ഒരു പ്രതികരണങ്ങൾക്ക് കടക്കാതിരുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ നടപടിയെടുക്കുമെന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം നടക്കും, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികളെ തെരുവ് നായകൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കടുങ്ങാത്തുണ്ടിലെ 3 വിദ്യാർത്ഥികളെയാണ് നായ്ക്കൾ ഓടിച്ചത്. കുട്ടികളിൽ ഒരാൾ നിലത്ത് നിന്ന് കല്ലെടുത്ത് എറിഞ്ഞപ്പോഴാണ് നായ്ക്കൾ പിന്തിരിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയെയും നായ ഓടിച്ചിരുന്നു. സംഭവത്തിൽ നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ തെരുവുനായ വന്ധ്യംകരണത്തിന്റെ മറവിൽ അഴിമതി എന്ന ആരോപണം. 4 വർഷത്തിൽ 1443 നായ്ക്കളെയാണ് വന്ധ്യംകരിക്കാൻ 93 ലക്ഷം രൂപ ചെലവഴിച്ചത്. കോഴിക്കോട് കോർപ്പറേഷനിലെയും തൃക്കാക്കര നഗരസഭയിലെയും ശരാശരി ചെലവിനേക്കാൾ 10 മടങ്ങാണ് കൊച്ചിയിലേതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കൊച്ചി കോർപ്പറേഷനിൽ തെരുവുനായ്ക്കളെ വന്ധ്യകരിക്കാനായി ചെലവാക്കിയത് 93 ലക്ഷം രൂപ. 1443 നായകളെയാണ് ഈ കാലയളവിൽ വന്ധ്യംകരിച്ചത്. ഒരു നായയ്ക്കായി ചെലവഴിച്ചത് 6450 രൂപ. തൃക്കാക്കര നഗരസഭയിൽ ഒരു നായയെ വന്ധ്യകരിക്കാൻ 2100 രൂപയും കോഴിക്കോട് കോർപ്പറേഷനിൽ 2192 രൂപയും ചെലവാക്കുമ്പോഴാണ് കൊച്ചിയിൽ 6450 രൂപ ചെലവാക്കുന്നതെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. പദ്ധതിക്ക് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും വിവരാവകാശ പ്രവർത്തകൻ MK ഹരിദാസ്. കൊച്ചിൻ കോർപ്പറേഷന്റെ കീഴിലുള്ള തെരുവ് പട്ടികളെ വന്ധീകരിക്കാൻ ഒരു പട്ടിക്ക് 6500 രൂപ ചെലവാക്കിയപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ അത് 2100 രൂപയ്ക്കും 2200 രൂപയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു കണക്കാണ് ലഭിച്ചിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ എന്തുകൊണ്ട് 6500 രൂപ ചെലവായി? അതും 2024 നാളിതുവരെ വന്ധീകരിച്ച് 155 തെരുവ് പട്ടികൾക്കായിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഒരു പട്ടിക്ക് 15000 രൂപ എന്ന കണക്കിലാണ്. തെരുവ് നായ്ക്കൾക്കായി കൊച്ചി കോർപ്പറേഷൻ ഇതുവരെ ഒരു ഷെൽട്ടർ പോലും ആരംഭിച്ചിട്ടില്ല. കൊച്ചിയിൽ എത്ര തെരുവ് നായ്ക്കളുണ്ട് എന്നതിന്റെ ഏകദേശ കണക്ക് പോലും കോർപ്പറേഷന്റെ പക്കലില്ല. വിനീത VG 24 കൊച്ചി. ഗുഡ് ആഫ്റ്റർനൂൺ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 മാസത്തോളം ഇറാനിൽ ബന്ദിയാക്കപ്പെട്ടതിന്റെ അനുഭവം വിവരിച്ച് MSC ഏരീസ് കപ്പലിലെ ജീവനക്കാരനായ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്. മാനസിക സമ്മർദ്ദം വല്ലാതെ വേട്ടയാടി. ഇറാന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായില്ല.
റഷ്യക്കാരെത്തി ക്രൂ ചേഞ്ചിങ് നടന്നതോടെയാണ് താൻ ഉൾപ്പെടെ 3 മലയാളികൾ മോചിക്കപ്പെട്ടതെന്നും ശ്യാംനാഥ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഏപ്രിൽ 13-നായിരുന്നു ഇസ്രയേൽ ബന്ധം ആരോപിച്ച് MSC ഏരീസ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. 2 മാസം നീണ്ട ആശങ്കകൾക്കൊടുവിൽ കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി. ഇവിടെ ഇറാൻ്റെ സൈഡിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ ഇനഫ് ബോൾഡായിരുന്നു. അങ്ങനെ ഈ 2 മാസം നന്നായിട്ട് പോയി. പക്ഷേ മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ആയിരുന്നു. കാരണം ഞാനൊക്കെ എൻ്റെ കോൺട്രാക്റ്റ് കഴിയണ ഒരു സമയമായിരുന്നു. സൈൻ ഓഫ് ആവുന്ന ആ ഒരു സമയത്താണ്, അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഇവർ പിടിച്ചുകൊണ്ടുപോയത്. കപ്പൽ പിടിച്ചെടുത്തതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമെന്നും ശ്യാംനാഥ്. എന്തൊക്കെയോ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ കാരണം അവിടെ കുറച്ച് ദിവസം സ്റ്റക്കായി എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഇറങ്ങി വരുന്നതാണ് കണ്ടുവന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമല്ല. ആദ്യം ഓണറാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊന്നും വ്യക്തമായ ഓരോ കാരണങ്ങളല്ല. ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ വിഷയങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതാണ്. റഷ്യയിൽ നിന്നും ആളുകൾ വന്ന് ക്രൂ ചേഞ്ചിങ് നടന്നതോടെയാണ് ശ്യാംനാഥും വയനാട് സ്വദേശി ധനേഷും പാലക്കാട് സ്വദേശി സുമേഷും മോചിതരായത്. 18 ഇന്ത്യക്കാർ ഇപ്പോഴും കപ്പലിൽ തുടരുകയാണ്. 2 മാസം നീണ്ട ആശങ്കയും അനിശ്ചിതത്വവും, അതിനൊടുവിൽ ആശ്വാസ തീരത്തേക്ക് മടങ്ങി വരവ്. സ്വന്തം കുടുംബാംഗങ്ങളെ കാണാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ശ്യാംനാഥ് അടക്കമുള്ള മലയാളികൾ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പ്രവേശനോത്സവ ദിവസം 24-ലൂടെ പാട്ടുപാടി വൈറലായ ആ കൊച്ചുമിടുക്കനെ ആരും മറന്നു കാണില്ല. പലരും ഇതാരാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. കോട്ടയം താഴത്തങ്ങാട് സ്വദേശി ചാക്കോയുടെയും രമ്യയുടെയും മകനായ സയോൺ ചാക്കോയാണ് പാട്ടുപാടിയെന്ന് വൈറലായത്. ഇപ്പോൾ സ്കൂളിലും നാട്ടിലുമെല്ലാം സയോൺ ചാക്കോ താരമാണ്. കോട്ടയം താഴത്തങ്ങാടിയിലെ മണ്ണന്തറ വീട്ടിലെത്തിയാൽ നമുക്ക് ആ വൈറൽ പാട്ടുകാരനെ കാണാം. ബേക്കർ സ്കൂളിലെ വിദ്യാർത്ഥിയായ സയോൺ ചാക്കോയാണ് പാട്ടുപാടി ഏവരെയും അമ്പരിപ്പിച്ചത്. സയോണേ, ഇറങ്ങി വന്നേ. ബേക്കർ മെമ്മോറിയൽ സ്കൂളിലെ LKG ക്ലാസ്. ആദ്യ ദിനം അച്ഛനമ്മമാരെ പിരിഞ്ഞ് ക്ലാസ്സിലെത്തിയ കുട്ടികളെല്ലാം കൂട്ടക്കരച്ചിൽ. അതിനിടയിലാണ് സയോണിനെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പാട്ട് പാടുമോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് ശരിയെന്ന് അവൻ പറഞ്ഞു. പിന്നെ ലൈവിൽ ആവേശത്തോടെ രംഗണ്ണന്റെ പാട്ട് പാടി. ഒരു പാട്ട് പാടിക്കടാ. മണിക്കൂറുകൾ കൊണ്ട് സംഭവം വൈറലായി. പാട്ട് ശരിക്കും പാടിയ ഡബ്സി വരെ ഷെയർ ചെയ്തു. ഇപ്പോൾ സ്കൂളിലും നാട്ടിലുമെല്ലാം താരമാണ് സയോൺ. ഈ പാട്ടൊക്കെ പഠിപ്പിച്ചതാരാ? പഠിപ്പിച്ചല്ല, ആവേശത്തിൽ കണ്ടതാ. മൊത്തത്തിൽ ആവേശമാണോ? അതെ. അമ്മാരെ ഇഷ്ടമില്ലേ? അമ്പാനെ ഇഷ്ടന്റെ ഇഷ്ട, ശാന്തനെ ഇഷ്ടം. മകന് പാട്ടിനോടുള്ള കമ്പം അച്ഛൻ ചാക്കോയും അമ്മ രമ്യയും നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണയാണ് ഇവർ സയോണിന് നൽകുന്നത്. ഇത് സ്കൂളിൽ വരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. സുഹൃത്ത് വിളിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ പോലെ കൊച്ചിൻ്റെ പാട്ട് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന്. ആദ്യമേ ഇവിടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു, അതും പിടിച്ചിരുന്ന പാട്ടായിരുന്നു. പിന്നെ അത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈയിടെയായിട്ട് മൊത്തം മൊബൈലിൽ ഇരുന്ന് കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ്. പാട്ട് മാത്രമല്ല, നല്ല ഡയലോഗും നമ്മുടെ സയോണിനറിയാം. നമുക്ക് വേണ്ടി സയോൺ ചില ഡയലോഗുകൾ കൂടി ഇപ്പൊ പറയും. സയോണേ, ഡയലോഗ് പറഞ്ഞു. സിനിമയിലെ ഗാനങ്ങൾ മാത്രമല്ല, സ്കൂളിൽ പഠിപ്പിച്ച പാട്ടും സയോണിന് മനപ്പാടമാണ്. കൂട്ടുകാർക്കും സഹോദരിക്കുമൊപ്പം കളിക്കുമ്പോഴും പാട്ടുപാടി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഈ കൊച്ചുമിടുക്കൻ ശ്രമിക്കാറുണ്ട്. വലുതാകുമ്പോൾ പാട്ടുകാരനാകണമെന്ന് തന്നെയാണ് ആഗ്രഹം. അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ബിഷ്ണുപൂരിൽ ജനക്കൂട്ടം ട്രക്കുകൾക്ക് തീയിട്ടു. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പോലീസും കേന്ദ്രസേനയും കണ്ണീർ വാതകം പ്രയോഗിച്ച് പിരിച്ചുവിട്ടു. ജമ്മുകശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. തുടർച്ചയായുണ്ടായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യോഗം. അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും അവലോകനം ചെയ്യും.
ഏത് മണ്ഡലം നിലനിർത്തണമെന്നതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ദേശീയ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടിയിലെ പൊതുവികാരവും കണക്കിലെടുത്ത് റായ്ബറേലി നിലനിർത്താനാണ് സാധ്യത. രാഹുൽ ഒഴിയുന്ന മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ്. കർണാടകയിൽ ഇന്ധന വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. നികുതി വർദ്ധിപ്പിച്ചതോടെ പെട്രോളിന് 3 രൂപയും ഡീസലിന് 3.5 രൂപയുമാണ് കൂടിയത്. സഞ്ജു ടെക്കി എന്ന ബ്ലോഗർ TS സജുവിന്റെ ലൈസൻസ് റദ്ദാക്കിയുള്ള ഉത്തരവിൽ മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങൾ. സഞ്ജു ടെക്കി പൊതുസമൂഹത്തിന്റെ മര്യാദകൾ ലംഘിച്ചു, നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങൾ യുവാക്കളെ സ്വാധീനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവിൽ. കോഴിക്കോട് ചേളന്നൂരിൽ കാണാതായ യുവാവിനെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കൂർ സ്വദേശി അജയുടെ മൃതദേഹമാണ് മുതുവാട് താഴംപുഴയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് പേരാമ്പ്രയിൽ മകനെ മർദ്ദിച്ച പിതാവും രണ്ടാനമ്മയും അറസ്റ്റിൽ. കരുവന്നൂർ സ്വദേശിയായ ശ്രീജിത്ത്, ഭാര്യ സുധ എന്നിവരെയാണ് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ 1 മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.